കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ അരുൺ കുമാർ കൂടി ചേർന്നുണ്ട്. സർ നമസ്കാരം. ഈ കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയൊരു ചൂടിനെ ഭയന്നിരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം എന്നതുപോലെ ഒരു വേനൽ മഴ വരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ മാർച്ച് മാസത്തിൽ ഇനിയും മഴ പ്രതീക്ഷിക്കാമോ? നമ്മുടെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് പ്രകാരം മാർച്ച് മാസത്തിൽ സാധാരണയിലും കൂടുതൽ മഴയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിനർത്ഥം ഒരു ഭയങ്കര മഴ എന്നല്ല, മാർച്ച് ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറച്ച് കൂടുതൽ മഴ, അതായത് മഴയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ താപനിലയുടെ ഫോർകാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നോർമൽ ടു എബോ നോർമലും ആണ്. കേരളത്തിൽ വടക്കൻ കേരളത്തിൽ എബോ നോർമലും മധ്യ കേരളത്തിൽ ഒരു നോർമൽ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിയോടുകൂടിയ മഴയായിരിക്കാം മാർച്ചിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് താപനിലയിൽ ഗണ്യമായ ഒരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. സാർ എങ്ങനെയാണ് അതെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാനാകുന്നില്ലെങ്കിൽ പോലും മാർച്ചിൽ മുൻപുണ്ടായിരുന്ന വേനൽ മഴ അത് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ. എങ്ങനെയാണ് അപ്പോ ഏപ്രിൽ മെയ് മാസം പ്രത്യേകിച്ച് നമ്മൾ കൊടും വേനലിനെ അഭിമുഖീകരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി. അത്തരത്തിലൊരു അനുഭവത്തിലേക്ക് പോകുമോ? അത് ഇപ്പൊ ആ മഴയുടെ ഫോർകാസ്റ്റ്, അതായത് ഇത്രയും ലോങ് റേഞ്ചിലുള്ള ഫോർകാസ്റ്റ് മഴയ്ക്കായിട്ട് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു മാസത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. താപനില ഇപ്പോഴും നോർമൽ ടു എബോ നോർമൽ തന്നെയാണ് പറയുന്നത് ഏപ്രിലും മെയിലും. അപ്പോ ടെമ്പറേച്ചർ എന്താണ് ഒരു ബിലോ നോർമൽ പോകുന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകും. സാർ ഇത് ഇപ്പൊ വന്ന ഈ മഴ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന മഴയാണോ? മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ മാഡം. അതായത് ഞങ്ങള് ആക്ച്വലി ഇന്നലെയാണ് നമ്മൾ യെല്ലോ അലർട്ട് കൊടുത്തിരുന്നത്. അതിൽ ആ സിസ്റ്റത്തിന്റെ മൂവ്മെന്റിലുള്ള ഒരു ചെറിയ വേരിയേഷൻ കാരണമാണ് അത് കുറച്ചിങ്ങോട്ട് നീങ്ങിയത്. അപ്പൊ ഇന്ന് തന്നെ വീണ്ടും ഞങ്ങൾ ഇന്നും അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 3 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മഴ ഈ പ്രഡിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെ ഇപ്പൊ ഈ നിലവിൽ നമ്മുടെ കാലാവസ്ഥകൾ ഈ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? നേരത്തെ നമുക്കറിയാമല്ലോ ഓരോ കുംഭച്ചൂട്, തുലാമഴ, അങ്ങനെ നമ്മൾ ഓരോ മാസങ്ങൾ അനുസരിച്ച് നമ്മൾ ചൂടും തണുപ്പും മഴയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ? പറ്റാത്തതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര വേരിയേഷൻസ് ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. എന്നിരുന്നാലും അതിൽ നിന്നുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് തന്നെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമുക്കതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിൽ ചെറിയ വേരിയേഷൻസ് വന്നുകൊണ്ടിരിപ്പുണ്ട്. പല പ്രഡിക്ഷൻസിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുമുണ്ട്. ഈ കാലാവസ്ഥ എല്ലാം ഭയങ്കര തീവ്രമാകുന്നുണ്ട്. ചൂടാണെങ്കിൽ കൊടും ചൂട്, മഴയാണെങ്കിൽ തീവ്രമായ മഴ, കാറ്റാണെങ്കിലും അതിശക്തമായ കാറ്റ്. അത്തരം ഒരു തീവ്രതയിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? അത് ഒരു റിസർച്ച് ടോപ്പിക്കാണ്. അതിപ്പോ തന്നെ WMO തന്നെ അതിൽ പല ഇതും തന്നിട്ടുണ്ട്. അതായത് ഈ എക്സ്ട്രീം ഇവന്റ്സ് ആർ ഇൻക്രീസിങ്. അത് ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുമായിട്ട് ഇനി നമ്മൾ പൊരുത്തപ്പെട്ട് പോകണം. നമ്മുടെ അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾക്കനുസരിച്ച് ആൾക്കാരും പ്രിപ്പയർ ആവണം, ഭരണകൂടവും പ്രിപ്പയർ ആവുക. അതേ നമുക്കിനിപ്പോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇറ്റ്സ് എ ഗ്ലോബൽ. ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കേരളം മാറുകയാണ്. കേരളം മാത്രമല്ല, ഞാൻ അതാ പറഞ്ഞ മാഡം, എൻ്റെ ഗ്ലോബ് മൊത്തം ലോകത്ത് തന്നെ ഇപ്പോഴും ഈ ഒരു അവസ്ഥയാണ്. യൂറോപ്പ് നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ, ഇന്ത്യയിലും എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. കാര്യം ഇത് ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. ശരിയാണ് സാർ, വളരെ വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.